ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ പ്രവർത്തിക്കുന്ന രണ്ട് സാങ്കേതിക വിദഗ്ധരാണ്. ഒന്ന് സൗണ്ട് റെക്കോർഡിസ്റ്റായ ശ്രീ ഹരികുമാർ, മറ്റൊന്ന് സാറിൻ്റെ ചിത്രങ്ങളുടെ സ്ഥിരം കലാസംവിധായകനായ ശ്രീ ശിവൻ. ഇവരെ രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഹരി സ്ഥിരം നമ്മുടെയൊക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹരിയുടെ ശബ്ദം ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ശിവൻ സാറിനോടൊപ്പം മിക്കവാറും എല്ലാ പടങ്ങളുടെയും കലാസംവിധാനം ആദ്യം മുതലേ ഉള്ളവരാണ്. എന്താണ് സാറിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷൻ്റെ രീതി എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഇന്നതായിരിക്കണം, അതല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം സെറ്റ് എന്നൊക്കെ ഉള്ളതിൻ്റെ വ്യക്തമായൊരു ചിത്രം തരികയാണോ ചെയ്യുന്നത്, അതോ സാറിൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മളത് പക്ക നാച്ചുറലായിട്ട് ചെയ്യാനുള്ള രീതിയിലൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. സാർ ഒരിക്കലും കൃത്രിമമായിട്ടൊരു സെറ്റ് ഉണ്ടാക്കാനല്ലല്ലോ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, അല്ലല്ലോ? നാച്ചുറലായിട്ട് ആ സന്ദർഭത്തിന് അനുസൃതമായൊരു ലൊക്കേഷൻ കണ്ടെത്തി അവിടെ ഷൂട്ട് ചെയ്യലാണ്. എങ്ങനെയാണ് നമ്മൾ കഴിയുന്നതും ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ലൊക്കേഷനിൽ ചിലപ്പോൾ അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തേണ്ടി വരും. ചിലപ്പോൾ അത്യാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ പുറകുവശത്ത് ഒരു അടയ്ക്കാമരത്തിൽ ഈ കുരുമുളക് വള്ളി വളർത്തിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു ഏണി വെച്ച്, ഈ കാണി ഏണിയുണ്ട് ഒറ്റമുള്ളയുടെ, അത് കയറി നിന്നിട്ട് ഈ മുളക് പറിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത വീട്ടിൻ്റെ പുറകുവശത്ത് അങ്ങനെ അടയ്ക്കാമരവും ഇല്ല, ഈ മുളക് വള്ളിയും ഇല്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത സമയപ്രദേശത്തൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് അടയ്ക്കാമരവും മുളക് വള്ളി പടർന്നിരിക്കുന്ന അടയ്ക്കാമരം രണ്ടും കൂടെ വലിയൊരു കുഴി എടുത്തിട്ട് അത് അതുപോലെ കൊണ്ടുവന്ന് പുറകുവശം കൊണ്ടുവന്ന് നാട്ടുകാരുന്നു. അപ്പോൾ അവിടെ ക്ലിച്ചിങ്ങുന്ന പോലെ തന്നെ തോന്നുകയുള്ളൂ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ചെയ്തിട്ട് വരും. പിന്നെ ചില പല വീടുകളും വളരെ വൃത്തികേടായിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. നമ്മുടെ ഈ സെറ്റെന്ന് പറയുമ്പോൾ ഈ കഥയുടെ പറയാനുള്ള ഒരു ഉപാധി കൂടെയാണ്. വെറും പശ്ചാത്തലം മാത്രമല്ല. അപ്പോൾ ആ കഥാപാത്രത്തെ പറ്റി, കഥാസന്ദർഭത്തെ പറ്റിയൊക്കെ കാഴ്ചക്കാർക്ക് വേണ്ട പിന്നെ ആശയം പകരുന്ന ഉപാധികളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് സെറ്റിൻ്റെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അപൂർവ സമയങ്ങളിൽ നമ്മൾ സെറ്റ് തന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള സമയങ്ങളുണ്ട്. അത് തുണി അടിച്ചിട്ടല്ല, നമ്മൾ സ്റ്റുഡിയോ ചെയ്യുന്നത് പോലെ അല്ല. ശരിക്കും കല്ലും കട്ടയൊക്കെ തന്നെ ഉപയോഗിച്ച് കെട്ടി നമ്മളൊരു മുഖാമുഖത്തിൽ കാണുന്ന ഒരു കടയുണ്ട്. അത് ശിവനും പൂർണ്ണമായിട്ടത് അവിടെ നിന്ന് അവിടെ ഞങ്ങളൊരു പിന്നെ 2.5 സെൻറ്റ് സ്ഥലം വാങ്ങി പാർട്ടി ഓഫീസ് താഴെ കടയും മുകളിൽ പാർട്ടി ഓഫീസുമായിട്ടുള്ള ഒരു ബിൽഡിങ് ഞങ്ങളങ്ങ് ഉണ്ടാക്കുമായിരുന്നു. മതിലുകൾ ഏറ്റവും വലിയ മതിലുകളുടെ സെറ്റ് സെൻട്രൽ ജയിലിലെ ഭിത്തി അതേ സ്കെയിലിൽ തന്നെ കല്ലും കട്ടി 22 അടി പൊക്കത്തിൽ കല്ലടി വെച്ച് കെട്ടി 250-300 അടി നീളം. പിന്നെ അത് അവിടുത്തെ ഒരു സെല്ല് അതേ മെഷറിൽ നമ്മൾ അതിനുവേണ്ടി ശിവൻ പോയി കൂടെ നിന്ന് പിന്നെ ഈ വെൽഡറുടെ കൂടെ നിന്നിട്ട് ചെയ്യിച്ചെടുത്തു. അതേമാതിരി ഗേറ്റിന് 450 കിലോ വെയിറ്റാണ് ഡോറിന്. അവിടെ തുറക്കടക്കം ചെയ്യുമ്പോഴത്തേക്ക് ഈ മസിൽസിനൊക്കെ ഉള്ള ഇത് കിട്ടുന്നുണ്ട്. മറ്റേ പട്ടയിലാണെങ്കിൽ അത് കറക്റ്റ് ആ വെയിറ്റ് മുഴുവൻ ഫീൽ ചെയ്യും. അത് പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അത് ഞങ്ങൾ പടം ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ സെല്ലിൽ ഷൂട്ട് ചെയ്തതും പിന്നെ ശരിക്കുള്ള ഈ സെറ്റ് അതുപോലെ തന്നെ സെറ്റ് ഉണ്ടാക്കിയിട്ട് ഷൂട്ട് ചെയ്തായിട്ട് രംഗങ്ങൾ വെച്ചിട്ട് ഡബ് ചെയ്യാൻ സമയത്ത് മമ്മൂട്ടിയോട് ചോദിച്ചു, ഏതാണ് സെറ്റ് എന്ന് പറയാൻ നോക്കുമെന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല. സാർ ഈ ഓഡിയോ സൈഡിന് അല്ലെങ്കിൽ സൗണ്ടിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധായകനാണ് അല്ലേ? അറ്റ്മോസ്ഫിയർ സൗണ്ട് പ്രത്യേകം റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാൻ സൗണ്ടിന് വേണ്ടി സാർ വേറെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. എങ്ങനെയാണ് സാറുമായിട്ടുള്ളൊരു അനുഭവം പ്രത്യേകിച്ച് തോന്നുന്നത്? റെക്കോർഡിങ്ങിൽ സാർ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ റെക്കോർഡിങ് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് 60കളുടെ അവസാനത്തിനുള്ള ക്യാമറ 70ൻ്റെ തുടക്കത്തിലാണ് ക്യാമറ സെറ്റിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഈ വരച്ച് വെച്ച തെങ്ങും തോപ്പുകളും ഒക്കെ വരച്ച് വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ വെളിയിലേക്ക് വരെ മടിച്ച് നിൽക്കുന്ന സമയത്താണ് നിലവിൽ പോലും അങ്ങനെ ഷൂട്ട് ചെയ്തത്. അപ്പം പിൽക്കാലത്ത് 70s തുടക്കത്തിലാണ് സാറും മേനോൻ സാറും ഒക്കെ കൊളോന്തീരും ഒക്കെ ഈ ക്യാമറ വെളിയിലേക്ക് വരുമ്പോൾ ആണ് ശരിക്കുള്ള പശ്ചാത്തല ശബ്ദത്തിനുള്ള പ്രാധാന്യം വന്നത്. ഞാൻ ആദ്യം ഈ ശ്രദ്ധിക്കുന്ന കുടിയേറ്റം കാണുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുമ്പോൾ ഈ അതിനകത്ത് ഗോപിച്ചേട്ടനും ആസിസ്ക്കയും കൂടെ ഇങ്ങനെ ലോറിയിൽ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്.
അതിനകത്തൊരു സന്ധ്യ സമയത്ത് ഇങ്ങനെ ലോറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചലച്ചിത്രഗാനം ഇങ്ങനെ ഒരു കടയിൽ നിന്ന് കേട്ടിട്ട് ബാക്കി വേറൊരു കടയിൽ നിന്ന് കേൾക്കുന്നു, ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ കാറെടുത്ത് കേൾക്കുന്ന അതേ ഒരു ഫീലിംഗ്, അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ. പിന്നെ ഈ കടുവറക്കുന്ന ശബ്ദം, ദോശ ഇടുന്ന ശബ്ദം, ഇങ്ങനെയുള്ള സ്വാഭാവിക ശബ്ദങ്ങളെല്ലാം അതേപടി ഒരു സ്വാഭാവിക തോന്നും രംഗത്തോട്. നമുക്ക് മറ്റേ അങ്ങനെയൊന്നുമില്ല. ഈ മ്യൂസിക്കും ഡയലോഗും മാത്രമുള്ള ഒരു നാടകീയതയായിരുന്നു സിനിമയ്ക്കുള്ള ശബ്ദലേഖനം. അപ്പോൾ പിൽക്കാലത്ത് ഞാൻ സാറിനെ അപ്പോഴാണ് ശബ്ദലേഖനം എന്താണെന്നും ശബ്ദം ഇങ്ങനെ ശ്രദ്ധിച്ചത് കൂടുതൽ കൊടിയേറ്റം എന്നുള്ളത്. പിന്നെ സ്വയംവരം അതിന് മുമ്പായിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത സിനിമയാണ്, നാഗര ഉപയോഗിച്ച് ലൈവ് റെക്കോർഡ് ചെയ്ത സിനിമ. അപ്പോൾ കൂടുതലും സ്വാഭാവികത ദൃശ്യത്തോടൊപ്പം തന്നെ ശബ്ദത്തിലും വന്നപ്പോഴാണ് സ്വാഭാവികത കൂടുതൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ സാറിനായിട്ട് ആദ്യം പിന്നെ ദേവദാസ് സാറിൻ്റെ ചീഫ് സൗണ്ട് എഞ്ചിനീയറായിട്ട് ദേവദാസ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സാറുമായിട്ട് വർക്ക് ചെയ്ത സിനിമ 81 എലിപ്പത്തയമാണ്. എലിപ്പത്തയത്തിലും സാർ ഉപയോഗിക്കുന്ന മ്യൂസിക് ഉപയോഗിക്കുന്നത് എന്തിനാണ് മ്യൂസിക് ഉപയോഗിക്കുന്നത്, പർപ്പസ് ഓഫ് മ്യൂസിക്, അതൊരു എലിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ക്യാരക്ടറിൻ്റെ മൂഡ് എലിവേറ്റ് ചെയ്യാനുള്ള സീനിൻ്റെ ഇതിന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് 1-2 പീസുകൾ മാത്രം യൂസ് ചെയ്യും. ബാക്കി എല്ലാ നാച്ചുറൽ സൗണ്ട്സും. പക്ഷേ സൗണ്ട് വെറുതെ നാച്ചുറൽ സൗണ്ട്സ് അല്ല, സൗണ്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ സ്റ്റുഡിയോകളിൽ തന്നെ എഫക്ട്സ് കൊടുക്കുന്ന ആളുകൾ വന്നിട്ട് അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെയല്ലേ സാർ പല ശബ്ദങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്, പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം അത് അങ്ങനെ ശരിയാവത്തില്ല. ഞങ്ങൾ തന്നെയാണ് എഫക്ട്സ് കൊടുക്കുന്നത്. ശരി, ഞാൻ അസിസ്റ്റന്റ് അല്ല. ഇപ്പം ഈ ഇതിപ്പം ഡിജിറ്റലായപ്പോൾ സാറിൻ്റെ ഈ പണി വളരെ, അന്ന് ഓരോന്നും എടുത്തു കൊണ്ടുവന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് എഡിറ്റിംഗ് കൊണ്ടുപോയിട്ട് സിംഗ്രണൈസ് ചെയ്ത് ഭയങ്കര ജോലിയായിരുന്നു. മണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എഡിറ്ററുണ്ട്, എല്ലാ പടങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ഒരു വിദഗ്ധനായിരുന്നു. ചെറിയ ശബ്ദം പോലും അവസാനം ഈ മൂവേല എന്ന് പറയുന്നൊരു മെഷീനിലാണ് ഇത് ചെയ്യുന്നത്. ആ മൂവേല തന്നെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ശബ്ദം അത് കേൾക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ ദേവദാസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഹെഡ്ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വെച്ചിട്ടാണ് ഇത് സിങ്ക് ചെയ്യുന്നത്. ഒരു വലിയ ജോലിയായിരുന്നു. ഇപ്പോൾ ഈ ഡിജിറ്റൈസ് ചെയ്തതിന് ശേഷം വലിയ മാറ്റമാണ്. അതേപോലെ ഈ ഡയലോഗ് റെക്കോർഡിങ്ങിന് സാർ ഒരുപാട് പ്രാവശ്യം ടേക്ക് എടുക്കുന്നത് ഒരു ഡയലോഗ് തന്നെ. ഞങ്ങൾ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരു ഡയലോഗ് ഒരു പടം കഴിഞ്ഞാൽ സാർ ഡയലോഗ് മുഴുവൻ കാണാൻ ഞങ്ങൾക്കറിയാം. അത് സാറൊരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ പല മോഡുലേഷനിൽ പറയിച്ച് നോക്കും. അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉദാഹരണത്തിന് ഞാൻ എലിപ്പത്തയത്തിൻ്റെ ഡയലോഗുണ്ട്. ഈ പശു വന്ന് തെങ്ങും തൈ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാരക്ടർ മടിയനായിട്ടുള്ള എന്നാക്കിയിട്ട് പശു പോകുന്നില്ല. അപ്പോഴും രായമോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അപ്പോഴും ഇയാൾ ആ മടിയെ എഴുന്നേറ്റ് പോയി പശു ഓടിക്കും. എന്താ വെച്ചിട്ടോ ചോദിക്കും. പശു ഇങ്ങനെ പശു, അതൊരു മടി ഓടിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് അന്നൊക്കെ ആ ഡയലോഗ് കുറേ പ്രാവശ്യം പറയിച്ച് നോക്കി അന്നൊക്കെ ലൂപ്പ് ഡബ്ബിങ് ആയിരുന്നു. അതിനകത്ത് ചിലപ്പോൾ സാറ് ടേക്ക് 5, ടേക്ക് 70, ടേക്ക് 25 ഇങ്ങനെ എത്രയും ടേക്കിലെടുത്തിട്ട് ഓക്കെ വയ്ക്കും. അപ്പോൾ നമ്മൾ ആയിരിക്കും സാർ അത് വെറുതെ. പക്ഷേ ആ 5ാമത്തെ ടേക്ക് കേട്ടാൽ സാറ് നമ്മൾ വേറെ 3ാമത്തെ ടേക്ക് പ്ലേ ചെയ്താലും സാർ അയ്യോ ഇതല്ലല്ലോ എന്ന് പറയും. ആ സാറ് അപ്പോൾ അത്രയും കോൺസെൻട്രേഷൻ ശബ്ദത്തിൽ വളരെയധികം സെൻസിറ്റീവ്. സാറ് അത്ര മനസ്സിലാക്കിയിട്ടാണ് ഓരോ ടേക്ക് ഓക്കെ വയ്ക്കുന്നത്. നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു ദിവസം ചിത്രാഞ്ജലി വരുന്ന സമയത്ത് സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ടർ നിന്ന് ഡബ് ചെയ്യാനുണ്ട്. കുറേ സമയമായിട്ട് ഇങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട്. സാർ ഒന്നും പറയുന്നില്ല. വീണ്ടും വൺ മോർ പറയുന്നില്ല. അവസാനം അയാളോട് സാർ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ ഇതാണ്: വേറൊന്നും വേണ്ട, അത് മനുഷ്യർ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മാത്രം മതി. സിനിമ സംവിധായകൻ്റെ കലയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ സാർ. അതിലൊക്കെ എത്രമാത്രം ഒരു പൂർണ്ണത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്. സാധാരണ നമ്മൾ പറയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇത് ഒരാളിതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും എല്ലാ മൈന്യൂട്ട് ഭാഗങ്ങളും മനസ്സിൽ കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ സിനിമ സംവിധായകൻ്റെ കലയാണെന്ന് പറയുന്നതിൻ്റെ അത് എത്രമാത്രം അർത്ഥവത്താണ് സാർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ ഡീറ്റെയിൽസിലൊക്കെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ മാത്രമാണ്. നമുക്ക് വരവേൽക്കാം അടുത്ത അതിഥികളെ.